BJP ഇക്കുറി വിജയിക്കാൻ കച്ചകെട്ടി ചില സ്ഥാനാർത്ഥികളെ ഇറക്കിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ മണ്ഡലങ്ങളിൽ സജീവമാവുകയാണ് BJP. എ ക്ലാസ് മണ്ഡലങ്ങൾ ഉൾപ്പെടെ 47 ഇടത്താണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ഇന്നു മുതൽ നഗരങ്ങളും വീടുകളും കേന്ദ്രീകരിച്ച് പ്രചരണം തുടങ്ങും. ഘടകകക്ഷി സീറ്റുകളിൽ ഇന്ന് അന്തിമ ധാരണയുണ്ടാക്കും. വികസിത കേരളം എന്ന മുദ്രാവാക്യമാണ് BJP തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്നത്. MJ പ്രതീഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. MJ പ്രതീഷ്, വെരി ഗുഡ് മോർണിംഗ്. MJ പ്രതീഷ്, 47 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു BJP. എ ക്ലാസ് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ ഇന്ന് പ്രചരണം തുടങ്ങും. വരുന്ന ദിവസങ്ങളിൽ താരപ്രചാരകരെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണമല്ലേ? അപ്പോൾ LDFിനോടൊപ്പം BJPയും ഇന്ന് കളത്തിലിറങ്ങും. നാളെ കോൺഗ്രസ് കളത്തിലിറങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താണ് BJP ക്യാമ്പിലെ ഒരു കോൺഫിഡൻസ് പ്രതീഷ്? അരുൺകുമാർ, BJPയെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസമാണ്. അത് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതിന്റെ ആത്മവിശ്വാസം പൊതുവെ BJPക്കുണ്ട്. ഒപ്പം എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ 47 സ്ഥാനാർത്ഥികളാണ് ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ സ്ഥാനാർത്ഥികൾ ഇന്ന് രാവിലെ തന്നെ മണ്ഡലത്തിൽ സജീവമാകും. ഇന്നലെ നേമത്തും കഴക്കൂട്ടത്തും വട്ടിയൂർക്കാവിലും BJP സ്ഥാനാർത്ഥികൾ പ്രചരണം തുടങ്ങിയിരുന്നു. ഈ രാജീവ് ചന്ദ്രശേഖരം, V മുരളീധരനും R ശ്രീലേഖയുമാണ് ഇന്നലെ തന്നെ റോഡ് ഷോയുമായി മണ്ഡലത്തിൽ സജീവമായിട്ടുള്ളത്. ബാക്കി മുഴുവൻ സ്ഥാനാർത്ഥികളോടും ഇന്ന് തന്നെ മണ്ഡലത്തിൽ സജീവമാകാനുള്ള നിർദ്ദേശമാണ് BJP സംസ്ഥാന നേതൃത്വം നൽകിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ മത്സര രംഗത്തുണ്ട്. K സുരേന്ദ്രൻ മഞ്ചേശ്വരത്താണ് ജനവിധി തേടുന്നത്. ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കുന്നുണ്ട്. പക്ഷേ ഈ ചില പ്രധാനപ്പെട്ട നേതാക്കൾ ഇതുവരെയും പട്ടികയിൽ ഇടം പിടിച്ചിട്ടില്ല. ഈ കോഴിക്കോട് നോർത്തിൽ മത്സരിക്കുമെന്ന് MT രമേശിന്റെ പേരുകൾ ഉൾപ്പെടെ പുറത്തു വന്നതാണ്. MT രമേശ്, ഒപ്പം B ഗോപാലകൃഷ്ണൻ, AN രാധാകൃഷ്ണൻ എന്നിവരുടെ പേരുകൾ ഇതുവരെ പട്ടികയിൽ വന്നിട്ടില്ല. ഈ പുതിയ പട്ടിക വരുമ്പോൾ ഇവർ ഉൾപ്പെടും എന്നതാണ് പ്രധാനമായും പ്രതീക്ഷിക്കപ്പെടുന്നത്. മറ്റൊന്ന്, ഈ ഘടകകക്ഷികളുടെ കാര്യത്തിൽ ഇന്ന് തീരുമാനമാകും. എത്ര സീറ്റുകൾ ഘടകകക്ഷികൾക്ക് നൽകണമെന്ന കാര്യത്തിലായിരിക്കും ഇന്ന് ധാരണയാകുന്നത്. നിലവിൽ 12 സീറ്റുകളിൽ BDJS സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 3 സീറ്റുകളിലാണ് 2020 ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ചില കൊടുങ്ങല്ലൂരും ഈ തൃപ്പൂണിത്തുറയും ചില തർക്കം നിലനിൽക്കുന്നുണ്ട്. കാരണം BJPക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളായതുകൊണ്ട് തന്നെ ആ മണ്ഡലങ്ങൾ BJP ഏറ്റെടുക്കണമെന്ന ഒരു പൊതുവികാരം പ്രാദേശിക തലത്തിലുണ്ട്. കൊടുങ്ങല്ലൂരിൽ നേരത്തെ തന്നെ B ഗോപാലകൃഷ്ണൻ മണ്ഡലത്തിൽ സജീവമായതാണ്. പക്ഷേ ഈ BDJSും 2020യും ഈ മണ്ഡലങ്ങളിൽ അവകാശവാദം ഉന്നയിച്ചതോടുകൂടിയാണ് ഒരു ആശയക്കുഴപ്പം ഉണ്ടായിട്ടുള്ളത്.